ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ വിശ്വാസങ്ങളും ജീവിത രീതികളും നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, കുടിയേറ്റം, മതം മാറ്റം, സാമൂഹികമായ അവബോധം എന്നിവയെല്ലാം ലോകത്തിലെ പ്രധാന മതവിഭാഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. അമേരിക്കയിലെ പ്രശസ്തമായ പ്യൂ റിസർച്ച് സെന്റർ 2010 മുതൽ 2020 വരെയുള്ള കാലയളവിലെ കണക്കുകൾ ആസ്പദമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ട് വരാനിരിക്കുന്ന ദശകങ്ങളിൽ ലോകത്തിന്റെ മതപരമായ ഘടന എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകുന്നു. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗം ക്രൈസ്തവരാണ്. ലോക ജനസംഖ്യയുടെ ഏകദേശം 28% വരുന്ന ഇവർ ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ ക്രൈസ്തവരുടെ എണ്ണത്തിൽ 12.2 കോടിയുടെ വർധനവുണ്ടായി. ഇതോടെ ലോകത്തിലെ ആകെ ക്രൈസ്തവരുടെ എണ്ണം 230 കോടി എന്ന സംഖ്യയിലേക്ക് ഉയർന്നു. ലാറ്റിൻ അമേരിക്ക, സബ് സഹറൻ ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് ക്രൈസ്തവ ജനസംഖ്യയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ സുരിനാമിൽ ജനസംഖ്യയുടെ 53% ക്രൈസ്തവരാണ്. അതേസമയം യൂറോപ്പിലെ വികസിത രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണത്തിൽ ചെറിയ തോതിലുള്ള കുറവോ അല്ലെങ്കിൽ വളർച്ചയോ മുരടിപ്പോ ദൃശ്യമാകുന്നുണ്ട്. പലരും സഭകളിൽ നിന്നോ ഔദ്യോഗിക മതസംവിധാനങ്ങളിൽ നിന്നോ അകന്നു പോകുന്ന പ്രവണതയും ഇവിടെ പ്രകടമാണ്. പ്യൂ റിസർച്ച് റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്കാണ്. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതവിഭാഗം മുസ്ലിങ്ങളാണ്. 2010-നും 2020-നും ഇടയിലുള്ള 10 വർഷത്തിനിടെ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ 34.7 കോടിയുടെ വർധനവാണ് ഉണ്ടായത്. ലോക ജനസംഖ്യയുടെ 1/4 ഇസ്ലാം മതവിശ്വാസികളാണ്. മുസ്ലിം ജനസംഖ്യയിലെ ഈ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് പ്രധാനമായും 2 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മറ്റ് മതവിഭാഗങ്ങളെ അപേക്ഷിച്ച് മുസ്ലിം കുടുംബങ്ങളിലെ ശരാശരി കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. മുസ്ലിം ജനസംഖ്യയിലെ ഭൂരിഭാഗം യുവാക്കളാണ് എന്നത് വരും വർഷങ്ങളിൽ ഈ വളർച്ച തുടരുമെന്നതിന്റെ സൂചന നൽകുന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ ഏഷ്യ പസഫിക് മേഖലയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്നത്. ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ലോകത്തിലെ 3ാമത്തെ വലിയ മതവിഭാഗമായ ഹിന്ദുക്കളുടെ എണ്ണത്തിലും കഴിഞ്ഞ ദശകങ്ങളിൽ സ്ഥിരതയാർന്ന വർധനവുണ്ടായി. 12.6 കോടി വിശ്വാസികൾ വർദ്ധിച്ചതോടെ ആഗോളതലത്തിൽ ഹിന്ദുക്കളുടെ എണ്ണം 120 കോടിയിലെത്തി. ലോക ജനസംഖ്യയുടെ 14.9% ഹിന്ദുക്കൾ. ഹിന്ദു ജനസംഖ്യയുടെ 90%-ലധികവും ഇന്ത്യയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നേപ്പാൾ, മൗറീഷ്യസ് എന്നിവിടങ്ങളിലും ഹിന്ദുക്കൾക്ക് വലിയ സ്വാധീനമുണ്ട്. കുടിയേറ്റം മൂലം അമേരിക്ക, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും ഹിന്ദുക്കളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രജനന നിരക്കിനേക്കാൾ ഉപരിയായി നിലവിലുള്ള ജനസംഖ്യയിലെ സ്വാഭാവിക വർധനവാണ് ഹിന്ദു മതത്തിന്റെ വളർച്ചയ്ക്ക് ആധാരമായി നിൽക്കുന്നത്. റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന വശം മതമില്ലാത്തവരുടെ വളർച്ചയാണ്. നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിലും സ്വയം അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവർ എന്നിവരാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇവരുടെ എണ്ണത്തിൽ 27 കോടിയുടെ വർധനവുണ്ടായി. ഇതോടെ ലോക ജനസംഖ്യയുടെ 24% മതമില്ലാത്തവരായി മാറി. യൂറോപ്പിലും വടക്കേ അമേരിക്കയിലുമാണ് ഈ പ്രവണത ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഉദാഹരണത്തിന് ഫ്രാൻസിൽ 43% ആളുകളും മതമില്ലാത്തവരാണ്. ചൈനയിലും ജപ്പാനിലും ഒരു വലിയ വിഭാഗം ആളുകൾ തങ്ങളെ മതവിശ്വാസികളായി അടയാളപ്പെടുത്തുന്നില്ല. വിദ്യാഭ്യാസവും ശാസ്ത്രബോധവും വർദ്ധിക്കുന്നതിനനുസരിച്ച് ആളുകൾ സംഘടിത മതങ്ങളിൽ നിന്നും അകലുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ദശകത്തിൽ എണ്ണത്തിൽ കുറവുണ്ടായ ഏക പ്രധാന മതവിഭാഗം ബുദ്ധമതമാണ്. 10 വർഷത്തിനിടെ 1.9 കോടി വിശ്വാസികളുടെ കുറവ് ഇവിടെ ഉണ്ടായി. നിലവിൽ 32.4 കോടി ബുദ്ധമതക്കാരാണ് ലോകത്തുള്ളത്. ചൈന, ജപ്പാൻ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ കുറഞ്ഞ ജനന നിരക്കാണ് ഇതിന് പ്രധാന കാരണമായി കരുതപ്പെടുന്നത്. ജൂതരുടെ എണ്ണത്തിൽ 10 ലക്ഷത്തിന്റെ വർധനവുണ്ടായി. ജൂതമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രയാസകരമായതിനാലാണ് ഇവരുടെ എണ്ണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാത്തത്. മതസൗഹാർദ്ദത്തിന്റെയും വൈവിധ്യത്തിന്റെയും കാര്യത്തിൽ സിംഗപ്പൂർ ലോകത്തിന് മാതൃകയാണെന്ന് പ്യൂ റിസർച്ച് റിപ്പോർട്ട് അടിവരയിടുന്നു. ലോകത്തെ എല്ലാ മതവിഭാഗക്കാരും ഏറ്റവും കൂടുതൽ ഇടകലർന്ന് ജീവിക്കുന്ന രാജ്യമാണ് സിംഗപ്പൂർ. ഇവിടെ ഒരു മതത്തിനും 50%-ലധികം ഭൂരിപക്ഷമില്ല. ബുദ്ധമതക്കാർ, ക്രൈസ്തവർ, മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും ഇവിടെ കൃത്യമായ സാന്നിധ്യമുണ്ട്. മതജനസംഖ്യയിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. വികസ്വര രാജ്യങ്ങളിലെ മതവിഭാഗങ്ങളിൽ ജനനനിരക്ക് കൂടുതലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും വലിയ തോതിലുള്ള മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സാമ്പത്തികവും രാഷ്ട്രീയമായ കാരണങ്ങളാൽ ആളുകൾ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മാറുമ്പോൾ ആ രാജ്യത്തെ മതപരമായ ഘടനയിലും മാറ്റമുണ്ടാകുന്നു. പ്യൂ റിസർച്ച് സെന്ററിന്റെ ഈ റിപ്പോർട്ട് ലോകത്തിന്റെ ഭാവി രൂപപ്പെടുന്നതിൽ മതത്തിനുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്നു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും എണ്ണത്തിൽ വർദ്ധിക്കുമ്പോഴും മതമില്ലാത്തവരുടെ വിഭാഗം വലിയൊരു ശക്തിയായി വളർന്നു വരുന്നതും ശ്രദ്ധേയമാണ്. ഓരോ രാജ്യത്തിന്റെയും സംസ്കാരം, രാഷ്ട്രീയം, സമ്പദ്വ്യവസ്ഥ എന്നിവ ഈ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ സ്വാധീനിക്കും. വിശ്വാസികൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും സിംഗപ്പൂരിനെ പോലുള്ള വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ ലോകത്തിന് കഴിയുമോ എന്നതാണ് വരും കാലത്തെ വലിയ വെല്ലുവിളി.